അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. എന്താണ് സഭാവിജ്ഞാനീയം എന്ന് പറഞ്ഞാല്? ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ഒരു ശാഖയാണ് എക്ലേസിയോളജി അല്ലെങ്കിൽ സഭാവിജ്ഞാനീയം എന്ന് പറയുക. ഈ സഭാവിജ്ഞാനീയത്തില് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചും സഭയുടെ സ്വഭാവത്തെക്കുറിച്ചും സഭയുടെ ദൗത്യത്തെക്കുറിച്ചും അപഗ്രഹിച്ച് പഠിക്കുവാനുള്ള ഒരു ശാഖയാണ് എക്ലേസിയോളജി. സഭയെ വസ്തുനിഷ്ഠമായി അപഗ്രഹിച്ച് പഠിക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ്? സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചും സഭയുടെ സ്വഭാവത്തെക്കുറിച്ചും സഭയുടെ വളർച്ചയെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് സഭാവിജ്ഞാനീയം എന്ന് നമ്മൾ പറയുക. ഇവിടെ സഭ എന്താണെന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിൽ അംഗമായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണ് എന്നുമാണ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുക. അതായത് ഈ എക്ലേസിയോളജി പഠനത്തിലൂടെ സഭ എന്താണെന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലേക്ക് ജനിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്താണ് സഭയിൽ എന്നുമാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയല്ല. സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമല്ല, മറിച്ച് സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഈശോ മിശിഹായുടെ സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും പങ്കുചേരുന്നത് നമ്മൾ സഭയിലൂടെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതാണ്, സഭ എന്താണ് അല്ലെങ്കിൽ സഭാവിജ്ഞാനീയം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനമോ ഒരു കമ്പനിയോ ഒന്നുമല്ല, മറിച്ച് സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ഒരു കൂട്ടായ്മയാണ്. സഭയിലെ എല്ലാ മക്കളും ജ്ഞാനസ്നാനത്തിലൂടെ സഭയിലേക്ക് അംഗങ്ങളായി തീരുകയും ചെയ്യുന്നു. അതുപോലെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. പിതാവായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് ഈശോ മിശിഹ സഭ സ്ഥാപിച്ചു. പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഈശോ മിശിഹായാണ് ഈ സഭ സ്ഥാപിച്ചത്. ഈശോ മിശിഹ തന്റെ ദൗത്യ നിർവഹണ കാലഘട്ടങ്ങളില് തന്നോടുകൂടി ആയിരിക്കുവാനും തന്റെ ദൗത്യം തുടരുവാനുമായിട്ട് ഈശോ മിശിഹ അപ്പസ്തോലന്മാരെ 12 പേരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ദൗത്യ നിർവഹണത്തിന് ശേഷം, അതായത് ഈശോയുടെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാര് തങ്ങളുടെ ഗുരു തങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒപ്പിയെടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലൂടെ അത് തുടരുകയാണ് ചെയ്ത അപ്പസ്തോലന്മാര്. ഈശോ മിശിഹായുടെ അതേ ദൗത്യം അല്ലെങ്കിൽ തങ്ങളുടെ ഗുരുവിന്റെ അതേ ദൗത്യം അപ്പസ്തോലന്മാര് തുടരുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ പന്തക്കുസ്തായിലൂടെ പുതിയതായ ഒരു ജന്മം അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു എനർജി സ്വീകരിച്ച അപ്പസ്തോലന്മാര് അപ്പോൾ തന്നെ അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വന്നു, അവരുടെ കാഴ്ചപ്പാടിന് മാറ്റം വന്നു. മരിച്ചാലും സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, തങ്ങളുടെ ഗുരുവിന് വേണ്ടി ജീവിക്കുമെന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ മാറി. 3000-ഓളം ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുവാനുള്ള തീഷ്ണത അവരിൽ ജ്വലിച്ചു. ആ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയായ അല്ലെങ്കിൽ അവരുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നവരായ സഭാമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈശോ മിശിഹായുടെ ആ ദൗത്യം തുടരുക എന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സഭയെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനും സഭാ മക്കളുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനുമാണ് ഈ എക്ലേസിയോളജി നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ സഭാവിജ്ഞാനീയം എന്ന ക്ലാസ് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. വീണ്ടും അപ്പസ്തോലന്മാർക്ക് ശേഷം അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ തുടർച്ചയായി വന്ന മാർപ്പാപ്പമാരിലൂടെയും അല്ലെങ്കിൽ സഭാ മക്കളായ നമ്മുടെ ഓരോരുത്തരിലൂടെയുമാണ് ഈ ക്രിസ്തുവിന്റെ ദൗത്യം, ഈ കൂട്ടായ്മ, ഈ മിഷൻ ദൗത്യം തുടർന്നു കൊണ്ടുപോകേണ്ടത്. അതാണ് നമുക്ക് ഈ സഭാവിജ്ഞാനീയം എന്ന വിഷയത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ പുസ്തകത്തില് 12 അധ്യായങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് 12 അധ്യായങ്ങളിലായിട്ടാണ് ഈ വിഷയം ഓരോ ഭാഗങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുസഭ എന്നാണ്. ഇതിലെ ഓരോ അധ്യായത്തിനും അതിൻ്റെതായ പ്രസക്തിയും ആഴവും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ അധ്യായം തിരുസഭയെ കുറിച്ചാണ്. അപ്പോൾ സഭയുടെ ആരംഭത്തെ കുറിച്ചും അതുപോലെ തന്നെ സഭയുടെ വ്യത്യസ്തങ്ങളായ പേരുകൾ അല്ലെങ്കിൽ സഭ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തിരുസഭ എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുക. സഭയുടെ ആരംഭത്തെ കുറിച്ച് സഭാപിതാക്കന്മാർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനിഷനുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് അബ്രാഹത്തിന്റെയും ആബേലിന്റെയും കാലം മുതൽ തന്നെ സഭ ആരംഭിച്ചിരുന്നു എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ രൂക്ഷമായ മതപീഡനം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ സഭയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ സഭ ഹൈറാർക്കിയാണ് സഭയ്ക്ക് ഒരു മുഖം നൽകിയതെന്നും ഒരു പാരമ്പര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോമിശിഹ പന്തക്കുസ്ത തിരുനാൾ മുതൽ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാലഘട്ടത്തിൽ വിശ്വാസം സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായി തീർന്നവരെ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? പന്തക്കുസ്ത തിരുനാൾ മുതൽ യേശുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്വാസം സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായവരെയാണ് സഭ എന്ന് പറയുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പന്തക്കുസ്ത ദിനത്തിലാണ് ഈശോമിശിഹ സഭ സ്ഥാപിച്ചത് എന്ന് നമുക്ക് ഈ പുതിയ നിയമത്തിന്റെ ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ പന്തക്കുസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സഭയുടെ സമ്പൂർണ്ണ വെളിപ്പെടുത്തലിന്റെ ദിനമാണ്. നമുക്ക് വചനത്തില് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലെ 15-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിലും 1 തെസ്സലോനി 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് സഭയുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവാകുന്ന ജീവന്റെ സമൃദ്ധിയിലേക്ക് എല്ലാവരെയും ആനയിക്കുക. ക്രിസ്തുവാകുന്ന ജീവന്റെ സമൃദ്ധിയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് സഭയുടെ ലക്ഷ്യം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ്. അപ്പോൾ സഭാ മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരെയും ഈശോയുടെ കൂട്ടായ്മയിലേക്ക്, സ്നേഹത്തിന്റെ ജീവന്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് സഭയുടെ ലക്ഷ്യം എന്ന് പറയുക. വീണ്ടും അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് സഭ എന്തിനോടാണ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ സഭ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ ഒരു 10 കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേജ് 7 മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 10 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് വിശുദ്ധ ജനം എന്നാണ് സഭയെ വിളിക്കുക. വിശുദ്ധ ജനം അപ്പം മാമോദീസായിലൂടെ സഭയിലേക്ക് ജനിച്ച മക്കളുടെ സമൂഹത്തെയാണ്. ബാപ്റ്റിസത്തിലൂടെ സഭയിലേക്ക് ജനിച്ച സഭാ മക്കളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുക. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ വിശുദ്ധീകരണം നമുക്ക് സാധ്യമാകുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ വിശുദ്ധീകരണം നമുക്ക് സാധ്യമാകുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധീകരിച്ച നമ്മൾ ഓരോരുത്തരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുകയാണ് ബാപ്റ്റിസത്തിലൂടെ. അങ്ങനെ സഭാ മക്കൾ ഓരോരുത്തരും വിശുദ്ധ ജനമായിട്ട് മാറുകയാണ്. കാരണം ജന്മപാപം അല്ലെങ്കിൽ നമ്മുടെ കർമ്മപാപങ്ങളെല്ലാം ബാപ്റ്റിസത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധ ജനമായിട്ട് പ്രത്യേക ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു വിശുദ്ധ ജനമായിട്ട് സഭാമക്കൾ മാറുന്നു. അതുകൊണ്ട് വിശുദ്ധ ജനം എന്നത് സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടാമതായിട്ട് കാണുന്നത് വിശ്വാസികളുടെ സമൂഹം എന്നാണ്. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാല്? നമുക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലേ?
നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തിയോളജി പഠിക്കാമെന്നൊരു ചിന്ത പോലും, അല്ലെങ്കിൽ ഈശോയെ കുറിച്ച് ഇനി കൂടുതലായിട്ട് അറിയണം എന്നൊരാഗ്രഹം പോലും നമ്മളിൽ രൂപപ്പെട്ടത് നമ്മൾക്ക് ആഴമായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വിശ്വാസികളുടെ സമൂഹം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ കാണപ്പെടാത്തതുണ്ടെന്നും പ്രത്യാശയിൽ ലഭിക്കുമെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ദൈവം മനുഷ്യന് നൽകിയ വെളിപാടിൽ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരത്തെയാണ് വിശ്വാസം എന്ന് പറയുക. റെവലേഷൻ ആൻഡ് ഫെയ്ത്ത്. റെവലേഷൻ സംഭവിക്കുന്നത് ഈശോ മിശിഹായിലൂടെയാണ്. മനുഷ്യൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് വിശ്വാസത്തിലൂടെയാണ്. അപ്പം ദൈവം മനുഷ്യന് നൽകിയ, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾക്ക് നമ്മൾ നൽകിയ മറുപടിയെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുക, നമ്മുടെ വിശ്വാസം എന്ന് പറയുക. അപ്പം വിശ്വാസികളുടെ സമൂഹമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വാസിച്ച് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്ക് വളരുമ്പോൾ കൊറിന്തോസ് 1-ാം അധ്യായം, ഫസ്റ്റ് കൊറിന്തോസ് ചാപ്റ്റർ 1 വേർഡ് 9 നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ അവിടുന്ന് നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊറിന്തോസിലെ സഭയ്ക്ക് 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസം സ്വീകരിച്ച് ഈശോ മിശിഹായോട് ചേർന്ന് നിൽക്കുന്നവരെ അവൻ ചേർത്ത് പിടിക്കുകയും നീതീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം, ബാപ്റ്റിസത്തിലൂടെ ഈശോ മിശിഹായോട് ഒന്നായി ചേർന്ന് നമ്മൾ ഓരോരുത്തരും ഒരു വിശ്വാസ സമൂഹമാണ്. സഭയിൽ ജീവിക്കുന്ന എല്ലാവരും വിശ്വാസ സമൂഹമാണ്. വീണ്ടും മൂന്നാമത്തെ എന്ന് പറയുന്നത് ദാസന്മാരുടെ സമൂഹം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റില് ദാസന്മാരുടെ സമൂഹം. എന്തുകൊണ്ടാണ് ദാസന്മാരുടെ സമൂഹം എന്ന് സഭയെ വിളിക്കുക? തന്നെ തന്നെ ദാസനാക്കി ക്രിസ്തുവിനെ പ്രതി വിശ്വാസികൾ അന്യോന്യം ദാസരായി പെരുമാറുന്നതിലൂടെ, അല്ലെങ്കിൽ പെരുമാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. കാരണം എന്താണ്? ഈശോമിശിഹ, ദൈവമായിരുന്ന ഈശോമിശിഹ തന്റെ എല്ലാ പ്രതാപങ്ങളും വേണ്ടാന്ന് വെച്ചുകൊണ്ട് പിതാവിന്റെ ഹിതമനുസരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മളെ ശുശ്രൂഷിക്കുവാനായിട്ട്, നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ലോകത്തിൽ വന്ന് ഈശോ രാജകീയമായ ആഡംബരത്തോടു കൂടി അല്ല ജീവിച്ചത്. നമുക്കറിയാം, അവൻ സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകള്, ക്ലേശങ്ങള്, സഹനങ്ങള്, ഇല്ലായ്മകളെല്ലാം, ഇതെല്ലാം സഭാ മക്കൾക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഈശോ മിശിഹായുടെ അതേ ദൗത്യം ഈശോ മിശിഹായുടെ മക്കളായ സഭയിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും തുടരുവാനും കടപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുക ഈശോയുടെ ദാസ്യവേലയിൽ, ഈശോയുടെ ശുശ്രൂഷ വേലയിൽ പങ്കുചേരുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സഭയെ ദാസ്യന്മാരുടെ സമൂഹം എന്ന് പറയുന്നു. ഒരു ദാസ്യ മനോഭാവമാണ് സഭാ മക്കളുടെ കൂട്ടായ്മയിൽ നിന്നും രൂപപ്പെട്ടു വരേണ്ടത്. വീണ്ടും അടുത്ത പോയിന്റ് ദൈവജനമാണ്. പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ പ്രയോഗമാണ് സഭ ദൈവജനമാണെന്നത്. അതായത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ തിരുസഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൂമൻ ജെൻസിയത്തിലാണ് സഭ ദൈവജനമാണ് എന്ന കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുക. സഭ ദൈവജനമാണ് എന്ന കൺസെപ്റ്റ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലോട് കൂടിയാണ് കടന്നു വന്നത്. അപ്പോൾ പുതിയ ഇസ്രായേലായ സഭയിൽ പഴയ ഇസ്രായേലിന്റെ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, പുതിയ ഇസ്രായേലായ, അതായത് സഭാമക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മെ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തു. പ്രത്യേകത എന്ന് പറയുക, ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു. രണ്ടാമതായിട്ട് ഹൃദയത്തിൽ എഴുതിയ ഉടമ്പടിയിലൂടെയാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സീനാ ഉടമ്പടിയിലൂടെയാണ് ഈശോ മിശിഹ സ്വന്തം ജനത്തെ സ്വന്തമാക്കിയതെങ്കിൽ ഇവിടെ ഹൃദയത്തിൽ എഴുതിയ ഉടമ്പടിയിലൂടെ, സ്നേഹത്തിന്റെ ഉടമ്പടിയിലൂടെയാണ് പുതിയ ദൈവജനമായ സഭാമക്കളെ ഈശോ മിശിഹ ചേർത്ത് നിർത്തിയത്. വീണ്ടും ബാപ്റ്റിസത്തിലൂടെ, അല്ലെങ്കിൽ മാമോദീസായിലൂടെ
മക്കളായ നമ്മൾക്കെല്ലാവർക്കും നമ്മളെ ദൈവത്തിന്റെ ജനമായിട്ട് മാറ്റി. അപ്പം പഴയ ഇസ്രായേലിന്റെ അതേ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാലും സഭ ദൈവജനമാണ് എന്ന് പറയുമ്പോൾ ദൈവം ഹൃദയത്തിൽ എഴുതിയ സ്നേഹത്തിന്റെ ഉടമ്പടി കൊണ്ടാണ് നമ്മളെ ചേർത്ത് നിർത്തിയത്. അതുപോലെ സ്വന്തമായിട്ട് നമ്മളെ അവിടുന്ന് മാറ്റി നിർത്തി ബാപ്റ്റിസത്തിലൂടെ മകളായിട്ട് നമ്മളെ സ്വന്തമാക്കി. ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് സഭ എന്ന് പറയുന്നത് ദൈവജനമാണ് എന്ന് പറയുക. അതുപോലെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണെന്ന്. അതാണ് നമ്മളെ കുറിച്ച്, അല്ലെങ്കിൽ സഭയെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുക. അടുത്തതായിട്ട് ദൈവരാജ്യവും ദേവാലയവും എന്നൊരു പോയിന്റ് ആണ്. അപ്പൊ സഭയും ദൈവരാജ്യവും എന്ന് പറയുന്ന ഒന്നല്ല. എന്നാൽ ദൈവരാജ്യത്തിൽ സഭാമക്കൾ ഉൾക്കൊള്ളുന്നു. അപ്പം സഭയും ദൈവരാജ്യം എന്ന് പറയുന്ന രണ്ടും രണ്ട് സംഭവങ്ങളാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ സഭാമക്കളെ എല്ലാവരെയും ഉൾച്ചേർക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അതിനാൽ ദൈവരാജ്യത്തിനായിട്ട് അധ്വാനിക്കുവാൻ സഭാമക്കൾക്ക് പ്രത്യേകം കടമയുണ്ട്. കാരണം എന്താണ്? നമ്മളെല്ലാവരും ദൈവരാജ്യത്തില് ഉൾക്കൊള്ളുന്നവരാണ്, ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് വിശ്വാസികളായ സഭാമക്കളായ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി, മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അത് നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം കൊണ്ടും ആയിരിക്കണം. കൊളോസ്യരെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ, 1 തെസ്സലോനി 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലും പറയുന്നു, വിശ്വാസികൾ ദൈവരാജ്യത്തിന്റെ മക്കളും അവകാശികളുമാണ്. ദൈവരാജ്യത്തിന്റെ മക്കളും അവകാശികളുമാണ്. അതുകൊണ്ട് തന്നെ മക്കളായ നമ്മള്, അവകാശികളായ നമ്മള് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ കടപ്പെട്ടവരാണ്. വീണ്ടും അടുത്ത പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ദൈവഭവനം, ദൈവത്തിന്റെ കുടുംബം എന്നാണ്. സഭയിലെ മക്കളായ നാം എല്ലാവരും ഒരു കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഭവനത്തിലായിരുന്നതുപോലെ സഭയും ദൈവത്തിന്റെ ഭവനത്തിലാണ്. സഭ ദൈവമക്കളുടെ ഒരു സമൂഹമാണ്. അംഗങ്ങൾ അന്യോന്യം സഹോദരങ്ങളായിട്ട് വർത്തിക്കണം. ദൈവമക്കള് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സഭാമക്കൾ എന്ന് പറയുമ്പോൾ, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളായിട്ട് മാറുകയാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് നമ്മൾക്ക് അവിടെ രൂപപ്പെടുകയാണ് ബാപ്റ്റിസത്തിലൂടെ, ദൈവത്തോടും സഹോദരങ്ങളോടും. അതുകൊണ്ട് ദൈവമക്കളായി നമ്മളെല്ലാവരും, അല്ലെങ്കിൽ സഭാമക്കളായി നമ്മളെല്ലാവരും ദൈവത്തിന്റെ കൂട്ടായ്മയില്, സഭയുടെ കൂട്ടായ്മയില്, സഭാ കുടുംബത്തില്, സഭാഭവനത്തില് അംഗമാണ്. സഭ എന്ന് പറയുന്ന ദൈവ ഭവനമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന പുതിയ പുറപ്പാട് ജനം എന്നാണ്. എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെതായ എല്ലാറ്റിനോടും പടവെട്ടി നിത്യത നേടുവാനായിട്ട്, നിത്യത സ്വന്തമാക്കുവാനായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൻ്റെതായ എല്ലാ സാധ്യതകളെയും, അല്ലെങ്കിൽ തിന്മയുടേതായ എല്ലാ സാധ്യതകളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മിശിഹായ്ക്ക് വേണ്ടി നന്മയുടെ കൂടാരങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ജീവിച്ച് നിത്യതയെ പുൽകുവാൻ, നിത്യതയെ സ്വന്തമാക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പുറപ്പാട്, അല്ലെങ്കിൽ പഴയ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരെ നയിച്ചതും കൊണ്ടുപോയതും മോശയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ ഇസ്രായേലായ നമ്മെ ഓരോരുത്തരെയും നയിച്ചത്, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നത് ഈശോ മിശിഹായാണ്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ പ്രിയപ്പെട്ട ജനമായ നമ്മളെല്ലാവരും പുതിയ പുറപ്പാട് ജനം എന്നാണ് അറിയപ്പെടുക. വീണ്ടും ദൈവത്തിന്റെ വിളഭൂമിയും അജഗണവുമാണ്. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളഭൂമിയാണ്. എന്തുകൊണ്ടാണ് സഭയെ വിളഭൂമി എന്ന് പറയുക, അല്ലെങ്കിൽ അജഗണമാണ് എന്ന് പറയുക? നമ്മൾ മാമോദീസായിലൂടെ സഭയിൽ വിത്ത് വിതച്ച് ജന്മമെടുക്കുന്നത് മുതൽ അവനിൽ എത്തിച്ചേരുന്നത് വരെയും സഭയിലൂടെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ. ഈ കാലഘട്ടത്തില് ഏറ്റവും മാതൃകയോടും
ഏറ്റവും സ്നേഹത്തോടും ജീവിക്കുവാൻ, ഈശോയെ നോക്കി ജീവിക്കുവാൻ, ഈശോയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് വചനത്തിൽ ഒത്തിരി ലേഖന ഭാഗങ്ങൾ, റോമാക്കാർക്ക് ലേഖനം 16-ാം അധ്യായം 5-ാം വാക്യത്തില്, 1 കൊരിന്തോസ് 15-ാം അധ്യായം 20-ാം വാക്യത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിളവ് നൽകുവാനും ഈശോയുടെ അജഗണത്തിന്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുവാനും വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ എന്ന്. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ ഒരു ശരീരമാണ് സഭ എന്ന് പറയുക. തീർച്ചയായും നമുക്കറിയാം, ഇത് നമ്മൾ വചനത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുള്ളതാണ്. മിശിഹ ശരീരവും സഭ, മിശിഹ ശിരസും സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ശരീരവുമാണെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. സ്വയം നൽകിക്കൊണ്ട് ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുത്തു. ആ ക്രിസ്തുവിനോട് ഒന്നായി ചേർന്ന് ഏക ശരീരമായി തീരുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടത്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമായിട്ട്, ഒരു ശരീരമായിട്ട് മാറുക. ഈശോ മിശിഹ സ്വയം നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിലൂടെ നമ്മൾ ഓരോരുത്തരും ഈശോയോട് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഇനിയും ജീവിക്കണമെന്നാണ് സഭ ജീവിക്കണമെന്നാണ് നമ്മളോട് പഠിപ്പിക്കുക, നമ്മൾ ചെയ്യേണ്ടതും. അതുകൊണ്ടാണ് സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ് എന്ന് പറഞ്ഞു വെക്കുക. അതുകൊണ്ട് ഏക ശരീരമാണ് എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ ഐക്യത്തോടുകൂടെ ജീവിക്കണം. അപ്പോൾ സഭാമക്കളായ നമ്മുടെ ഓരോരുത്തർക്കും ഒത്തിരിയേറെ കടമകള് ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ ഞാനും എൻ്റെ സന്യാസവും പൗരോഹിത്യവും എന്നതിനേക്കാൾ ഉപരി സഭാമക്കളായ നമ്മൾക്ക് ഒത്തിരിയേറെ ഉത്തരവാദിത്വം, എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുക എന്നതിനേക്കാൾ ഉപരി സഭയിലെ മക്കളോട് ഐക്യത്തോടുകൂടി ജീവിക്കുവാൻ, സഭയുടെ മിഷൻ ദൗത്യം തുടരുവാൻ, ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ, മറ്റുള്ളവരെ വളർത്തുവാൻ എനിക്ക് കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് ഈ ഭാഗം നമ്മളോട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി പുതിയ സൃഷ്ടി എന്നാണ്. സഭ പുതിയ സൃഷ്ടിയാണ്. ആരംഭം മുതൽ പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ ആയിരുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാനായിട്ടാണ് ഈശോ മിശിഹ വരികയും ഈശോ നമ്മൾ രക്ഷിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആദമായ ഈശോ മിശിഹായുടെ വിശ്വാസികള് ഈശോയോട് ചേർക്കപ്പെട്ടു. അങ്ങനെ ഈശോയുടെ പുതിയ സൃഷ്ടിയായി നമ്മൾ മാറി. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്, സഭയുടെ ആരംഭത്തെക്കുറിച്ചും സഭ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ ഒരു 10 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സഭാ വിജ്ഞാനി വിശുദ്ധ പൗലോസിന്റെ വീക്ഷണത്തിൽ, പൗലോസിന്റെ കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് സഭയെ എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഏറ്റവും കൂടുതൽ വിശുദ്ധ പൗലോസ്ലീഹ സഭയെക്കുറിച്ച് പറയുന്നത് മിസ്റ്ററി ഓഫ് ദ ചേർച്ച് എന്നാണ് പറയുക. അതായത് ഇതൊരു രഹസ്യാത്മകതയാണ്. ഒരു മനുഷ്യനും അവന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രഹസ്യാത്മകതയാണ് സഭ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുക. സഭ എന്ന് പറയുന്ന ഒരു സംഘടനയല്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. മറിച്ച് അത് വിശ്വാസികളുടെ രഹസ്യാത്മകമായ ഒരു ശരീരമാണ് സഭ എന്ന് പറയുക. അത് മനുഷ്യന്റെ ഇന്റലക്ച്വൽ ലെവലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് സഭയുടെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പലവട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തില് ധാരാളം പ്രാവശ്യം സഭ എന്ന വേർഡ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സഭയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾ നൽകിയിട്ടില്ല എങ്കിലും സഭയെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള ചിന്തകൾ അപ്പസ്തോലൻ നൽകിയിട്ടുണ്ട് പൗലോസ്ലീഹ. അതുകൊണ്ട് തന്നെ സഭയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ദൈവശാസ്ത്രമല്ല, മറിച്ച് വ്യക്തമായ ചിന്തകളാണ് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിസ്തു സഭയുടെ രക്ഷയാണ്. ശിരസില്ലാതെ അംഗങ്ങൾക്ക് നിലനിൽപ്പില്ല, അംഗങ്ങളില്ലാതെ ശിരസ് പ്രവർത്തനരഹിതവുമാണ് എന്നാണ്. അതായത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം പറയുകയാണ്. ശിരസ്സാണ്, അല്ലെങ്കിൽ മിശിഹ എന്ന് പറയുന്ന രക്ഷകനാണ്, ശിരസ്സാണ്. പക്ഷെ ആ ശിരസിന് നമ്മളെയും ആവശ്യമാണ്, സഭയെയും ആവശ്യമാണ്. സഭാ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ശിരസില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ്
ക്രിസ്തുവും സഭയും തമ്മിൽ എന്നാണ് പൗലോസിലെ ഊന്നി ഊന്നി അദ്ദേഹത്തിന്റെ ലേഖന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുകയാണ് ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. ആ മൂലക്കല്ലിനോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒന്ന് കൊറിന്ത്യൻസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, കൊറിന്ത്യൻസുകാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. ആ മൂലക്കല്ലിനോട് ചേർന്ന് നിൽക്കുവാൻ സഭാമക്കൾക്ക് കടമയുണ്ട് എന്ന്. സഭയെ കുറിച്ച് പറയുവാനായിട്ട് അപ്പസ്തോലൻ ഒത്തിരിയേറെ വാക്കുകൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11:24 നമുക്ക് കാണാൻ സാധിക്കും. ഒലിവുമരമെന്നും ദൈവഭവനം, ശുശ്രൂഷകൻ, ക്രിസ്തുവിന്റെ ശരീരം, ദൈവമന്ദിരം, അങ്ങനെയൊക്കെ പല ആലങ്കാരികതകളും അദ്ദേഹം സഭയെ കുറിച്ച് പറയുവാനായിട്ട് പൗലോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് കേവലം ഇതൊരു കൂട്ടായ്മയല്ല, മറിച്ച് ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന സജീവ ശരീരമാണ്. നമ്മൾ പറഞ്ഞു ക്രിസ്തുവാകുന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സജീവ അവയവമാണ്, അല്ലെങ്കിൽ സജീവ ശരീരമാണ് സഭ. അല്ലാതെ ഏറ്റവും ആക്റ്റീവായിട്ട് ഈശോമിശിഹ നിൽക്കുമ്പോൾ നമ്മളൊരു ചത്തതിനൊക്കെ ജീവിച്ചിരിക്കേണ്ട രീതിയിലല്ല, മറിച്ച് നമ്മൾ ഏറ്റവും സജീവമായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമൂഹമാണ് സഭ എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുക. അദ്ദേഹം പറയുന്ന സഭ ദൈവത്തിന്റെ ജനമാണെന്നാണ് പൗലോസ്ലീഹയുടെ വീക്ഷണത്തില് പറഞ്ഞു വയ്ക്കുക. സഭ ദൈവത്തിന്റെ ജനമാണ്. പഴയ നിയമത്തിൽ ദൈവജനം എന്ന സംജ്ഞ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദൈവജനം എന്ന വേർഡ് ഇസ്രായേൽ ജനത്തെ മാത്രമാണ് ഉൾക്കൊണ്ടത് എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ജനസമൂഹത്തെ മാത്രമല്ല എല്ലാവരെയുമാണ് ദൈവജനമായിട്ട് കണക്കാക്കുക. സീനായി ഉടമ്പടിയിലൂടെ ദൈവം സ്വന്തം ജനമായിട്ട് അവരെ മാറ്റിയെങ്കിൽ ഈശോമിശിഹയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ ഓരോരുത്തരും പുതിയ ജനമായിട്ട് മാറുന്നു. അത് എല്ലാവർക്കുമുള്ള ഒരു രക്ഷയാണ് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്, അല്ലാതെ ഒരു കുറച്ച് വ്യക്തികൾക്ക് മാത്രമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം സഭയെ സ്നേഹിക്കുവാനും സഭാ കൂട്ടായ്മയിലേക്ക് വളരുവാനുമാണ് എന്നാണ് പറയുക. വീണ്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഒരു പുതിയ ജനതയാണ്. ഇവിടെ പറയുന്ന ക്രൈസ്തവ സഭ ഇസ്രായേലിന്റെ തുടർച്ചയാണെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക. യുഗാന്ത്യ സമൂഹം എന്ന നിലയിൽ ഇത് ഒരു പുതിയ യാഥാർത്ഥ്യമാണ്. യുഗാന്ത്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ യുഗാന്ത്യ സമൂഹം, അല്ലെങ്കിൽ യുഗാന്ത്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ഒരു പുതിയ ജനതയാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പറയുക. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിലെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലാണ് അദ്ദേഹം പറയുക ക്രിസ്തുവിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി സഭയിൽ ജനിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം പറയുക ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തികള് പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടി സഭയിൽ ജനിക്കുന്നത് 3 കാര്യങ്ങളിലൂടെയാണ്. യേശുവിലൂടെ, അല്ലെങ്കിൽ ഈശോമിശിഹായിലുള്ള വിശ്വാസത്തിലൂടെയാണ്, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെയാണ്, പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്യപ്പെടുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട യുഗാന്ത്യ ദൈവജനം ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കടപ്പെട്ടവരാണ്. വീണ്ടും പൗലോസ്ലീഹ പറയുക സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പേജ് 22 വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യത്തില് കാണുന്നുണ്ട്. അതുപോലെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6:15-17 കാണുന്നുണ്ട്, 10:17 കാണുന്നുണ്ട്. ഇവിടെയെല്ലാം പൗലോസ്ലീഹ പറയുന്നുണ്ട് സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന്. വീണ്ടും സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നതിന്റെ അർത്ഥം എന്താണ് പൗലോസ്ലീഹ പറയുന്നത്? സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം സഭാമക്കൾ തമ്മിലുള്ള ബന്ധമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന പ്രയോഗം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിനോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ സഭാമക്കൾക്കും
പരസ്പരം ബന്ധം ഉണ്ടാകണം. ക്രിസ്തുവിനോട് നമ്മൾ മനസ്സിലാക്കണം, ഈശോ മിശിഹായാണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം എന്ന് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒരു ദൈവത്തോട് മാത്രമുള്ള ബന്ധമായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ കൂട്ടായ്മയോ യഥാർത്ഥ വിശ്വാസമോ ആവില്ല എന്നാണ് പൗലോസ്ലിയ പറഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ ക്രിസ്തു സഭയുടെ ശിരസ്സാണ് എന്നാണ് പൗലോസ്ലിയ പറയുക. പേജ് 25 നമ്മളിത് കാണുക. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും കൊളോസാസുകാർക്ക് എഴുതിയ ലേഖനത്തിലുമെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, സഭയുടെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലിയ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവം പൗലോസിന് ഈശോയെ പ്രസംഗിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ധൈര്യപൂർവ്വം പൗലോസിന് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാം? കാരണം ഈശോ മിശിഹ ആരാണെന്ന്, ക്രിസ്തു ആരാണെന്ന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പൗലോസ്ലിയായിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ക്രിസ്തുവുമായിട്ടുള്ള ഒരു യഥാർത്ഥ ബന്ധത്തിൽ നിന്നുമാണ് വിശ്വാസത്തിന്റെ എനർജി പൗലോസ്ലിയ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പൗലോസ്ലിഹായ്ക്ക് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയാൻ സാധിക്കും, ശിരസ്സാണ് ക്രിസ്തു എന്ന്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ക്രിസ്തു സഭയുടെ നാഥനാണ്, രക്ഷകനാണ്, ജീവനാണ്, സഭ ക്രിസ്തുവിന്റെ പൂർണ്ണതയാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ്ലിഹ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എന്ന് പറയുന്നത്. അതായത് മണവാട്ടി എന്ന് പറയാനായിട്ട് കാരണം നമുക്കറിയാം, ഒരു കുടുംബജീവിതം നയിക്കുന്നവർ അല്ലെങ്കിൽ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഒന്നായി തീരുന്നത് പോലെ മിശിഹായും സഭയും ഒന്നാണ് എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുക. ക്രിസ്തുവും സഭയും എന്ന് പറയുന്ന യാഥാർത്ഥ്യം രണ്ടായിട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് അത് ഒന്നാണ് എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുക. എഫേസോസിലേക്ക് ലേഖനത്തില് 5-ാം അധ്യായം 21-ാം വാക്യത്തിലൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒന്നായി തീരുന്നത് പോലെ തന്നെ ക്രിസ്തുവും സഭയും തമ്മിലൊരു ആത്മീയ ബന്ധം രൂപപ്പെടുന്നുണ്ട് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പൗലോ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 29 നമുക്കിത് കാണാനായിട്ട് സാധിക്കും. വീണ്ടും 3-ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഭ ഘടനയും കൂട്ടായ്മയും ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സഭയുടെ തലവൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഈശോ മിശിഹ തന്നെയാണ് സഭയുടെ തലവൻ എന്ന് പറയുക. സഭ ക്രിസ്തു കേന്ദ്രീകൃതമായുള്ള ജീവനുള്ള ഒരു കൂട്ടായ്മയാണ്. സഭയുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നത് ഈശോ മിശിഹ തന്നെയാണ്. ഈ സഭ എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ജീവനുള്ള ഒരു കൂട്ടായ്മയാണ്. ലൂമൻ ജെൻസിം, അതായത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ലൂമൻ ജെൻസി നമ്പർ 32 പറയുന്നുണ്ട്, സഭയിലെ അംഗങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു സമത്വം ഉണ്ടെന്ന്. സമത്വം നമുക്കറിയാം. ഈ സമത്വം എവിടെ നിന്നാണ് കടന്നു വരുന്നത്? സഭയിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ മുതല് ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈ നിമിഷം വരെ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ മക്കളും സഭയുടെ അംഗങ്ങളാണ്. അപ്പം ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു സമത്വം ഉണ്ട് എന്ന് പൗലോസ്ലിഹ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത്, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ എല്ലാവരും ഒന്നായി തീരുകയാണ്. സഭയിൽ നമ്മളെല്ലാവരും സമത്വമുള്ളവരായിട്ട് മാറുന്നത് ബാപ്റ്റിസത്തിലൂടെയാണ്. ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുക, ലൂമൻ ജെൻസിയം പറഞ്ഞു വെക്കുക. ഇനി സഭയിൽ അധികാരം മിശിഹായിൽ നിന്നുമാണ് വരുന്നത്. എന്നാൽ ഈ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മുടെ ഇലക്ഷനിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഇതിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് നമ്മളെ ഭരിക്കുന്നത്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഓരോ വെളിപാടുകളും സഭയെക്കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകളും കടന്നു വരുന്നത് മിശിഹായിൽ നിന്നുമാണ്. മിശിഹായിൽ നിന്നും എനർജി സ്വീകരിച്ച് അല്ലെങ്കിൽ മിശിഹായിൽ നിന്നും സത്യവിശ്വാസം, പുതിയ പ്രബോധനങ്ങള് ഉൾക്കൊണ്ടുകൊണ്ടാണ് സഭ മുൻപോട്ട് പോവുക എന്ന കാഴ്ചപ്പാട് നമ്മൾ എപ്പോഴും ഓർക്കുക. അതുപോലെ സഭയുടെ ഘടനയ്ക്ക് മാറ്റം വന്നത്, നമുക്കൊരു പിരമിഡ് രൂപത്തിലായിരുന്നു സഭയുടെ
സഭ എന്ന കോൺസെപ്റ്റ് നിലനിന്നിരുന്നത്. എന്നാൽ 1962 മുതൽ 1965 വരെ നടന്ന സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൂടെ, അവർ 21 കൗൺസിലാണ് ഉള്ളത്, അതിലെ ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രാധാന്യം നൽകുന്നതുമായ ഒരു കൗൺസില്, അതായത് പല കാര്യങ്ങളിലും ഒത്തിരിയേറെ മാറ്റം വന്ന ഒരു കൗൺസിലാണ്. ജോൺ 23 ഇത് വിളിച്ചുകൂട്ടിയത്. ആ കൗൺസിലിലൂടെയാണ് സഭ എന്ന് പറയുന്നത് കമ്മ്യൂണിയൻ ഓഫ് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന ഒരു രീതിയിലേക്ക്, പിരമിഡ് എന്ന കൺസെപ്റ്റിൽ നിന്നും ഒരു കൂട്ടായ്മയുടെ കമ്മ്യൂണിയൻ എന്ന കോൺസെപ്റ്റിലേക്ക് സഭയുടെ ഘടനയെ മാറ്റിമറിച്ചത് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പഠനത്തിലൂടെയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു കേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ അതിന്റെ ഏതൊരു ഭാഗത്ത് നിന്നും ഒരു പീസ് നമ്മൾ എടുത്തു മാറ്റിയാൽ അല്ലെങ്കിൽ മുറിച്ചെടുത്താൽ അതിന്റെ ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും അതിന്റെ ടേസ്റ്റിന് വ്യത്യാസമില്ല. അതിന്റെ എല്ലാ ഭാഗത്തിനും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അതുപോലെ സഭാമക്കളായ നമ്മൾ എല്ലാവരും സഭയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസ തീഷ്ണത എന്ന് പറഞ്ഞ ഒരുപോലെയാണ്. അതായത് നിത്യജീവനെ ലക്ഷ്യമാക്കി മിശിഹായിലേക്ക് വളരുക എന്നത്. എങ്കിലും ഈ കൂട്ടായ്മയിൽ നിന്ന് മിശിഹായ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകം ചിലരെ മാറ്റി നിർത്തി അവരിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അവരുടെ മിശിഹ അവർക്ക് നൽകുന്ന വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോവുക. അതാണ് നമ്മൾ നേരത്തെ കണ്ടു. അധികാരം നമുക്കുണ്ട് എങ്കിൽ പോലും മിശിഹായോട് നമ്മൾ എല്ലാവരും കീഴ്പ്പെട്ടവരാണ്. മിശിഹായോട് നമ്മൾ എല്ലാവരും കീഴ്പ്പെട്ടവരാണ് എന്ന്. അപ്പൊ സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരുവാൻ സഭാമക്കളായ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. ഈ സഭയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പേജ് 37 സഭയുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സഭ പരിശുദ്ധാത്മാവിൽ ഒന്നിക്കപ്പെട്ട കൂട്ടായ്മയാണ്. കമ്മ്യൂണിയോ കൊയിനോണിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ വിളിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. അല്ലാതെ ഇതൊരു സംഘടനയല്ല, ഇതൊരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് സഭയുടെ കൂട്ടായ്മയിലാണ് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ മിശിഹായോട് ചേർന്നാണ് നമ്മൾ ജീവിക്കുക. അധികാര ശ്രേണിയാണ് ഹൈറാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആളുകളുടെ പദവിയും ഉത്തരവാദിത്വവും അനുസരിച്ചാണ് ഹൈറാർക്കി. നമുക്കറിയാം, ഇത് ഒരു സ്ട്രക്ചറായിട്ട് അതൊരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് പോലും നമ്മുടെ സ്ട്രക്ചർ ഉണ്ട്. അതുപോലെ തന്നെ സഭയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ്. അതാണ് നമ്മൾ സഭയുടെ ഘടനയെ കുറിച്ച് ഓർക്കുമ്പോൾ സഭ ഒരു കൂട്ടായ്മയാണ്, നമ്മൾ അതിലൊരു ഭാഗമാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഈ കൂട്ടായ്മയുടെ ഉറവിടം എന്ന് പറയുക ഈശോ മിശിഹായാണ്, ഈ പരിശുദ്ധാത്മാവാണ്, ട്രിനിറ്റിയാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. വീണ്ടും 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും സഭാ കൂട്ടായ്മയും. അതാണ് ചാപ്റ്ററിൽ. ഈ 2ാം വത്തിക്കാൻ കൗൺസിലോട് കൂടി ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ കൗൺസിലോട് കൂടിയാണ് ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിച്ചത്. പ്രധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മികതയുടെ ഉറവിടം അല്ലെങ്കിൽ ഉണർവ് സ്വന്തമാക്കുക, സഭയെ ആധുനീകരിക്കുക, അല്ലെങ്കിൽ വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യത്തെ ദൃഢപ്പെടുത്തുക, അല്ലെങ്കിൽ സഭയുടെ ലിറ്റർജി അല്ലെങ്കിൽ ആരാധനക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടെത്തുവാനും ആധുനിക ലോകത്തിന്റെ ചിന്തയോട് ചേർന്ന് സഭയുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുവാനും അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ രൂപപ്പെടുത്തുവാനും സാധിച്ചത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൂടെയാണ്. അപ്പോൾ സഭയ്ക്കൊരു യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖം സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലൂടെയാണ് ലഭിച്ചത്. സഭയെ മനസ്സിലാക്കുവാനായിട്ട് ഏറ്റവും ഉപകരിച്ച ഒരു കൗൺസിലാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. അതുകൊണ്ട് തന്നെ എ കൗൺസിൽ ഓഫ് ദ ചേർച്ച് ആൻഡ് ബൈ ദ ചേർച്ച് എന്നാണ് ഈ കൗൺസിലിനെ അറിയപ്പെടുക. ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ നേരിടുവാനും സഭയെ കാലാനുസൃതമായി പരിരക്ഷിക്കുവാനുമാണ് ഈ കൗൺസിൽ. ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടും അതുപോലെ മറ്റെല്ലാ വിധത്തിലുമുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ വേണ്ടിയും അത് കാലാനുസൃതമായിട്ട് സഭയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്
ഈ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും എന്നതുമാണ് ഈ കൗൺസിലിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ഇതിന്റെ ലക്ഷ്യം സഭയുടെ പ്രവർത്തനങ്ങളെ ലോകത്തിൻ്റെതനുസരിച്ച് മാറ്റം വരുത്തുക. നമ്മുടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ നമ്മുടേതായ ചിന്താഗതികൾക്കൊന്നും കോട്ടം തട്ടാതെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളെ ലോകത്തിൻ്റെതനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തുക എന്നതാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യം ഉറപ്പിക്കുക എന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുപോലെ തന്നെ സഭ ആധുനിക ലോകത്തിൽ അല്ലെങ്കിൽ ഇതര മതങ്ങൾ തമ്മിലുള്ള ഐക്യം വളർത്തിയെടുക്കുക. സഭയുടെ മുഖം എന്താണ് എന്ന് അല്ലെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ, നമ്മുടെ ദൗത്യം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ സഭയിൽ അൽമാരുടെ പങ്കാളിത്തം എന്താണ്, വൈദികർ ഏത് രീതിയിലായിരിക്കും, സമർപ്പിതര്, മതസൗഹാർദ്ദം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും 16 രേഖകളിലായിട്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഡിക്രീസ് ഉണ്ട്, ഡിക്ലറേഷൻ ഉണ്ട്. ഇതിലൂടെയെല്ലാം വളരെ വ്യക്തമായിട്ട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസില് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന തിയോളജി അല്ലെങ്കിൽ അവരുടെ ദൈവശാസ്ത്ര കൺസെപ്റ്റുകളുടെ ഒരു കുത്തകാവകാശം നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് മോണോസെൻട്രിസം എന്നൊരു കൺസെപ്റ്റിനെ മാറ്റിക്കൊണ്ട് വെസ്റ്റേൺ ദൈവശാസ്ത്രത്തിൽ ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ, ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കുവാൻ നമ്മളെ സഹായിച്ചത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ്. അതുപോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കോളാസ്റ്റിക് ചിന്തകളെല്ലാം ആ ഒരു വെസ്റ്റേണിന്റെ അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. മധ്യ കാലഘട്ടങ്ങളില് 1100 മുതൽ 1500 വരെയുള്ള യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു ശാസ്ത്രശാഖയായിരുന്നു, അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്ര ചിന്താഗതിയായിരുന്നു. വിശ്വാസത്തെ യുക്തി കൊണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ യുക്തി കൊണ്ട് കൂട്ടിയിണക്കുക എന്നാണ് സ്കോളാസ്റ്റിക് ചിന്താഗതി. പക്ഷെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, വിശ്വാസം നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ കൊണ്ട് അളക്കുവാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. എന്നാൽ ആ ഒരു സ്കോളാസ്റ്റിക് ചിന്താഗതി എന്ന് പറയുന്നത് വിശ്വാസത്തെ യുക്തിയുമായിട്ട് ഒന്നിപ്പിക്കുക, താരതമ്യപ്പെടുത്തുക എന്നതൊക്കെയാണ്. അപ്പം അതിൽ നിന്നുമൊക്കെ പുറത്തു കടക്കുവാൻ, ആ ചിന്താഗതിയൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ പഠനങ്ങൾ നമ്മെ സഹായിച്ചു. അതുപോലെ തന്നെ സഭയുടെ ഇവാഞ്ചലൈസേഷനെ കുറിച്ചും ഇൻകൾച്ചറേഷനെ കുറിച്ചുമല്ല, സംസ്കാരത്തെ കുറിച്ചും എല്ലാം കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ആഴത്തിൽ വളരുവാനും ഈ കൗൺസിൽ നമ്മളെ സഹായിച്ചു. അതുപോലെ ആരാധനക്രമത്തിൽ വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചതും ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ പഠനങ്ങളിലൂടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഒരു പ്രാദേശിക സഭയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിഗത സഭയിൽ എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ ഒരു വ്യക്തിഗത സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. നമുക്കറിയാം ലിറ്റർജി, തിയോളജി, സ്പിരിച്വാലിറ്റി, കാനൻ ലോ, ഇതെല്ലാം ഒരു വ്യക്തിഗത സഭയ്ക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത് ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലൂടെയാണ്. അതുപോലെ നാനാത്വത്തിലുള്ള ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഒരു കൺസെപ്റ്റും രൂപപ്പെട്ടു വന്നത് ഈ ഒരു സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലൂടെയാണ്. അതുപോലെ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ കാണുന്നത് സാർവത്രിക സഭ എന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തിന്റെ ശരിയായ പ്രയോഗവും അതിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് സഭയുടെ കൂട്ടായ്മയ്ക്ക് നിദാനമായിട്ട് നൽകുക. അപ്പം പ്രാദേശിക സഭയിൽ നിന്നുമാണ് കത്തോലിക്ക സഭ തിരുസഭയ്ക്ക് രൂപം നൽകുന്ന ലൂമൻ ജെൻസിയം നമ്പർ 23 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭയുടെ സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് മിശിഹായുടെ മൗതിക ശരീരം തന്നെയാണ്. മിശിഹായുടെ മൗതിക ശരീരം, അതായത് സഭാ മക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കും. കൂട്ടായ്മ എന്ന ആശയം അല്ലെങ്കിൽ കടന്നു വന്നത് കുയിനോണിയ എന്ന് പറഞ്ഞ പൊതുവായിട്ട് പങ്കുവെക്കുക, സ്വയം നൽകുക എന്നതാണ് കൂട്ടായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. ആദ്യ കാലങ്ങളിലാണ് സിപ്രിയാനും തർത്തുല്യൻ എന്നിവരെല്ലാവരും ഇതിനെ പല വിധത്തില് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നില്ല.
സഭയുടെ ശ്ലൈഹിക സ്വഭാവം പല ശ്ലീഹന്മാരും സ്ഥാപിച്ച അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ഈ സഭ രൂപക്കൊണ്ടുവന്നത്. സഭയുടെ സ്വഭാവം അതിൽ തന്നെയാണ്. അപ്പം സഭാ വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഈ ശാസ്ത്രശാഖയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ ദാനമാണ് കൂട്ടായ്മ എന്നുള്ളതാണ്. ദൈവത്തിന്റെ വലിയ ദാനമാണ് കൂട്ടായ്മ എന്നുള്ളതാണ്. പിന്നെ പരിശുദ്ധാത്മാവാണ് ഈ കൂട്ടായ്മയ്ക്ക് ആഴവും അർത്ഥവും നൽകുക. വ്യക്തികൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നത് കമ്മ്യൂണിയന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേജ് 63 നമുക്ക് കാണാൻ സാധിക്കുക. ദൈവശാസ്ത്രത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ സാധ്യമാകുന്നത് ഈ കൂട്ടായ്മയിലൂടെയാണ്. അപ്പം ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും കമ്മ്യൂണിയനും എന്ന ഭാഗത്തില് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വത്തിക്കാൻ കൗൺസിലിലൂടെ സഭയ്ക്ക് പുതിയൊരു മുഖമാണ് രൂപപ്പെട്ടു വന്നത്. അതുപോലെ കൂട്ടായ്മ എന്ന സഭയുടെ പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ് എന്ന് വളരെ ആഴത്തില് പ്രിസൈസ് ആയിട്ട് വ്യക്തമാക്കി തരികയാണ്. അപ്പം ഈ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും മോഡലായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്നും മാതൃകയായിട്ട് നിൽക്കുന്നത് ട്രിനിറ്റിയാണ്, ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള കമ്മ്യൂണിയനിൽ നിന്നുമാണ്, അവരുടെ ഐക്യത്തിൽ നിന്നുമാണ് നമ്മളും ഈ കൂട്ടായ്മ കണ്ടു പഠിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും. കൂട്ടായ്മ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലാണ്. ദൈവത്തോടും മനുഷ്യനോടും നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. സത്താപരമായ അർത്ഥത്തിൽ കൂട്ടായ്മ എന്നാൽ റൂഹായിൽ മിശിഹ നേടിയെടുത്ത രക്ഷയിലുള്ള പങ്കുചേരലാണ് സത്താപരമായിട്ട്. നമുക്ക് ദൈവത്തോടും മനുഷ്യനോടും കൂട്ടായ്മ രൂപപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൂട്ടായ്മയിൽ നമ്മൾ വളരുന്നുണ്ട് അല്ലെങ്കിൽ വളരുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഈ സഭാ വിജ്ഞാനത്തിന്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നതിന്റെ ഏറ്റവും കാതലായിട്ട് നിൽക്കുന്നതും കമ്മ്യൂണിയനാണ്. ഇനി ചാപ്റ്റർ 5 സഭ ദൈവജനം എന്നതാണ്. സഭ ദൈവജനം എന്ന് ഇവിടെ സഭ ദൈവജനം എന്ന് പറയുന്ന ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പൊതു പൗരോഹിത്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആർക്കാണ് ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം ആർക്കാണ് ലഭിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് ജനിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്കെല്ലാവർക്കും റോയൽ പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്. രാജകീയ പൗരോഹിത്യം നമ്മൾ എല്ലാവരും സ്വന്തമാക്കിയവരാണ്. സഭ ദൈവജനം എന്ന ചാപ്റ്റർ 5 പേജ് നമ്പർ 71 അതാണ് നമ്മളിപ്പോ കാണുക. ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന പൊതു പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പൊതു പൗരോഹിത്യം എന്നത് മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് ജനിക്കുന്ന ഓരോ വിശ്വാസികൾക്കും നൽകുന്നതാണ്. അപ്പോൾ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്ന മറ്റൊരു പൗരോഹിത്യത്തെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുക ഈശോ മിശിഹ തന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവരിൽ നിന്നും ചിലരെ തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായി മാറ്റി നിർത്തുന്നുണ്ട്. ആ ശുശ്രൂഷ പൗരോഹിത്യം സ്വന്തമാക്കുന്നവരാണ് വൈദികര് എന്ന് പറയുക. ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് വൈദികര്. എന്നാൽ സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പൊതു പൗരോഹിത്യം മാമോദീസായിലൂടെ സഭയിൽ നമ്മൾ ജനിക്കുന്നു. വീണ്ടും സ്ഥൈര്യലേപനത്തിലൂടെ തിരുസഭയോട് ഐക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഈശോ മിശിഹായെ നമ്മളിലേക്ക് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈശോ മിശിഹായെ നമ്മളിലേക്ക്
നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ എപ്പോഴും നവീകരിക്കുകയും വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു ആഴമായ വിശ്വാസം നയിക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി നമ്മളെ തന്നെ നമ്മുടെ ചിന്താഗതികളെ എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഉദാശകളാണ് നമ്മെ വിശുദ്ധീകരിക്കുവാനും നമ്മളെ തന്നെ നവീകരിക്കുവാനും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ചാപ്റ്റർ 6 ദൈവത്തിന്റെ ഉദാശയും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുമാണ്. അപ്പം സഭ എന്ന് പറയുന്ന കൂട്ടായ്മയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസ്നേഹവും സുവിശേഷവും ലോകമെങ്ങും അറിയിക്കുക. സഭയുടെ ലക്ഷ്യം എന്ന് പറയുക ദൈവസ്നേഹവും സുവിശേഷവും ലോകമെങ്ങും അറിയിക്കുകയും വിശ്വാസികളെ ആത്മീയമായി വളർത്തുകയും ചെയ്യുക എന്നതാണ് സഭയുടെ ലക്ഷ്യം. കൂദാശകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അദൃശ്യമായ പ്രസാദവരത്തെ ദൃശ്യമായി കാണിക്കുന്ന അടയാളമാണ് കൂദാശകൾ. നമ്മളെല്ലാവരും കൂദാശ സ്വീകരിച്ചിട്ടുള്ളവരാണ്, സ്വീകരിക്കുന്നവരാണ്. കൂദാശ വഴി നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ സമയവും നവീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സാക്രമെന്തും മിസ്റ്റേരിയോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഇത് കടന്നു വരിക. വിശദീകരിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ദൈവശാസ്ത്രം ഇതിന്റെ അർത്ഥം പറയുന്നത് നിത്യത മുഴുവൻ ദൈവം തയ്യാറാക്കിയ രക്ഷാകര പദ്ധതി ക്രിസ്തുവിലൂടെ ചരിത്രത്തിൽ വെളിപ്പെടുത്തുന്നതാണ് ഈ മിസ്റ്റേരിയോൺ അല്ലെങ്കിൽ സാക്രമെന്റ്, ഈ കൂദാശകൾ എന്ന് പറയുക. നിത്യത മുതൽ ദൈവം തയ്യാറാക്കിയ രക്ഷാകര പദ്ധതി ക്രിസ്തുവിലൂടെ ചരിത്രത്തിൽ വെളിപ്പെടുത്തി തന്നതിനെയാണ് അദ്ദേഹം കൂദാശകൾ എന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ അർത്ഥമാക്കി വയ്ക്കുക. ഈ കൂദാശകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രസാദവരം നൽകുന്നതാണ്. അതിസ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾക്ക് കൂദാശകൾ പകർന്നു നൽകുക. അതിസ്വാഭാവികമായിട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും ഉള്ള പ്രാപ്തിയാണ് കൂദാശകൾ നമുക്ക് നൽകുക. നമുക്ക് ഞാനെന്ന ഒരു വ്യക്തി എന്റേതായ ചിന്തകളോടുകൂടെ നിന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ വിശ്വാസത്തിൽ വളരുവാനോ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഉദാശകളിലൂടെ വരപ്രസാദം നമ്മൾ സ്വന്തമാക്കുമ്പോൾ മറ്റുള്ളവരെ സ്വന്തമാക്കുവാനും ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കൂദാശകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു വെക്കുക. സഭ വെറും ഒരു പ്രതീകമല്ല, പ്രത്യുത സഭ ഒരു കൂദാശയാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സഭയുടെ ദൗത്യം എന്ന് പറയുക ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് അവിടുത്തെ അരൂപിയിൽ ഒന്നിച്ചുകൂടുന്ന വിശ്വാസികളെ ഒന്നിപ്പിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. ദൈവത്തിന്റെ സ്നേഹവും കരുണയും പാപമോചനവും ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. ഇതെല്ലാം നമ്മൾ പല രീതികളിൽ മുൻപ് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പേജ് നമ്പർ 87 നമുക്കിത് കാണാൻ സാധിക്കുക. നിങ്ങൾക്കത് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം കൂദാശകളാണ് ഇന്ന് നമ്മെ നയിക്കുന്നതും ഈശോ മിശിഹായെ കണ്ടെത്തുവാൻ നമ്മളെ സഹായിക്കുന്നതും കൂദാശകളാണ്. അതുകൊണ്ട് തന്നെ അനുരഞ്ജന കൂദാശയും വിശുദ്ധ കുർബാനയും എല്ലാം സ്വീകരിക്കുവാനും പങ്കുചേരുവാനും സ്വന്തമാക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ വിശ്വാസത്തിന്റെ ആഴത്തിൽ വളരുവാൻ നമ്മെ തന്നെ നവീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സഭയെ മനസ്സിലാക്കേണ്ടത് വിവിധ കൂദാശകളിൽ നിന്നല്ല, മറിച്ച് വിവിധ കൂദാശകളെ മനസ്സിലാക്കേണ്ടത് സഭയിൽ നിന്നുകൊണ്ടാണ്. സഭയിൽ നിന്നുകൊണ്ട് വിവിധ കൂദാശകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സഭയുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. പാസ്കൽ മിസ്റ്ററി, ഈശോയുടെ പെസഹ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ കൂദാശ എന്ന് പറയുക. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുവാനൊക്കെ ഈ സഭാവിജ്ഞാനം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കണം. ഇതൊരു തിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു BTHO MTHO സ്വന്തമാക്കുക എന്നതിനേക്കാൾ ഉപരി കൂടുതലായിട്ട് സഭയെ സ്നേഹിക്കുവാനും കൂദാശകളിലൂടെ വളരുവാനും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുവാനൊക്കെ നമുക്ക് സാധിക്കുന്ന ഒരു പഠനമാണ് സഭാവിജ്ഞാനം. സഭയെ സ്നേഹിക്കുമ്പോഴാണ്
കൂടുതലായിട്ട് നമുക്ക് സഭയെ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതലായിട്ട് സഭയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. സഭയെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടുക. ഇപ്പം സഭയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ കൂദാശകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭയിൽ നിന്നുകൊണ്ടാണ്. അപ്പം സഭയുടെ അംഗമായി നമ്മൾ സഭയിൽ നിന്നുകൊണ്ട് ഓരോ കൂദാശകളും സ്വീകരിക്കുന്നതിലൂടെ നമ്മെ തന്നെ നവീകരിക്കുന്നു, പുതിയ വ്യക്തികളായി തീരുന്നു, ഈശോയെ കൂടുതൽ അറിയാൻ സാധിക്കുന്നു, ഈശോയുടെ നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ഭാഗം പരിചാരക സഭ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ലോകത്തെ പരിചരിക്കുക എന്ന ആശയം സഭ ആധുനിക ലോകത്തിന് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗഡിയം എക്സ്പ്രസിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സഭയെ ശുശ്രൂഷിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ലോകത്തെ ശുശ്രൂഷിക്കുവാനും നമ്മൾക്ക് കടമയുണ്ട്. കാരണം ഈശോമിശിഹ കടന്നു വന്നത് സേവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സേവനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സഭാമക്കളായി നമുക്കും ഒരു കടമയും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചാപ്റ്റർ 7 ആണ് സഭയും ദൈവരാജ്യവും. ഈശോ തന്നെയാണ് സഭയുടെ അസ്തിത്വം. പല പ്രാവശ്യം നിങ്ങൾ ഓർക്കും, സിസ്റ്റർ റിപ്പീറ്റ് ചെയ്യുന്നതാണോ എന്ന് ഓർക്കും. കാരണം സഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സഭാ വിജ്ഞാനി നമ്മൾ പഠിക്കുമ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം, അസ്തിത്വം എന്നൊക്കെ പറയുന്ന ഈശോയാണ് എന്ന് പലവട്ടം പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം സഭയും ദൈവരാജ്യവും, സഭയും ലോകവും, സഭയും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലും കൂദാശയും എന്നെല്ലാം പറയുമ്പോഴും ഈ പോയിന്റുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരും. അപ്പം ഈശോമിശിഹായാണ് സഭയുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം. ചാപ്റ്റർ 7 ആണ് നമ്മൾ കാണുന്നത്, പേജ് നമ്പർ 97. അപ്പം ഈശോ തന്നെ ദൗത്യം ആരംഭിക്കുന്നത് തന്നെ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, സമയം സമാഗതമായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സമയം സമാഗതമായിരിക്കുകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈശോയുടെ തന്റെ ശുശ്രൂഷ ദൗത്യം തന്നെ ഈശോ ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സഭ ദൈവരാജ്യമല്ല, ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം. സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമല്ല, മറിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി വർത്തിക്കുന്നവരാണ് സഭാമക്കൾ ഓരോരുത്തരും. സഭ എന്ന് പറയുന്നത് ദൈവരാജ്യമല്ല, മറിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് വർത്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സഭ ദൈവരാജ്യത്തിന്റെ മാർഗവും ഉപകരണവുമാണ്. സഭ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ മാർഗവും ഉപകരണങ്ങളുമാണ്. ദൈവം നൽകിയ വിമോചനത്തിന്റെ ആവിഷ്കരണവും പ്രഘോഷണവുമാണ് ഈശോമിശിഹ. ദൈവം നൽകിയ വിമോചനത്തിന്റെ പ്രഘോഷണം എന്ന് പറയുന്നത് ഈശോമിശിഹായാണ്. ആ ഈശോമിശിഹായുടെ മക്കൾ എന്ന നിലയിൽ ഇന്ന് ഭൂമിയിൽ ദൈവരാജ്യം പ്രസംഗിക്കുവാനും ദൈവരാജ്യത്തിന്റെ അർത്ഥം ലോകത്തിന് പകർന്നു നൽകുവാനും നമുക്ക് കടമയുണ്ട്. അതാണ് സഭയും ദൈവരാജ്യവും തമ്മിലുള്ള ബന്ധം. ഈശോമിശിഹ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കുവാനും പ്രഘോഷിക്കുവാനുമാണെങ്കിൽ, ആ ഈശോമിശിഹയുടെ ദൗത്യം പിന്തുടരുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, നിത്യതയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ, സ്വയം അതിലേക്ക് വളരുവാൻ കടമയും ഉത്തരവാദിത്വമുണ്ട്. ക്രിസ്തുനാഥന്റേതുപോലെ സഭയുടെ പ്രഘോഷണത്തിന്റെയും സാക്ഷ്യത്തിന്റെയും കാതലായ സന്ദേശം എന്ന് പറയുക ദൈവരാജ്യമാണ്. അപ്പം നമ്മൾ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോയാലും, നമ്മൾ ആരോടൊക്കെ ഈശോമിശിഹായെ കുറിച്ച് പറഞ്ഞാലും അവിടെയെല്ലാം നിത്യതയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് സാധിക്കണം. എന്തിനു വേണ്ടിയാണ് ദൈവരാജ്യം നമ്മൾ പ്രസംഗിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് ദൈവരാജ്യം പ്രസംഗിക്കേണ്ടത്? സ്നേഹത്തിന്റെ നിയമം പകർന്നു നൽകുവാനാണ് ദൈവരാജ്യം നമ്മൾ പ്രസംഗിക്കേണ്ടത്. സ്നേഹത്തിന്റെ നിയമം. ലോകം വിലമതിക്കുന്ന പണത്തിനോ സൗന്ദര്യത്തിനോ സമ്പത്തിനോ ഒന്നുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, സഭ പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് സ്നേഹത്തിന്റെ നിയമത്തിന് പ്രാധാന്യം കൊടുക്കണം. അത് തന്നെയാണ് ഈശോ പകർന്നു തന്നത്, അപ്പസ്തോലന്മാർ പകർന്നു തന്നത്, സഭാപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ചത്. രക്തസാക്ഷികളും മറ്റും എല്ലാം സഭയിൽ ഉണ്ടാകാൻ പോലും കാരണം എന്താണ്? സഭയോടുള്ള സ്നേഹമാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള സ്നേഹമാണ്, ദൈവരാജ്യത്തെ കുറിച്ച് ആഴമായിട്ട് പ്രസംഗിച്ചത് മൂലമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾക്കും കടമയുണ്ട്. സഭയുടെ സ്നേഹത്തിന്റെ നിയമം, ദൈവരാജ്യത്തിന്റെ സ്നേഹത്തിന്റെ നിയമം, ഈശോമിശിഹായുടെ സ്നേഹത്തിന്റെ നിയമം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും കടമയും ഉത്തരവാദിത്വമുണ്ട്. വീണ്ടും നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ചാപ്റ്റർ 8 സഭയുടെ ലക്ഷണങ്ങൾ. നമ്മൾ കുഞ്ഞുനാളിലെ മുതല് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ്. ഇതിൽ 4 ലക്ഷണങ്ങൾ: ഏകം, വിശുദ്ധം, സാർവത്രികം, അപ്പസ്തോലികം. ഈ 4 കാര്യങ്ങളാണ് സഭയുടെ ലക്ഷണമായിട്ട് നിലനിൽക്കുന്നത്. 381 നടന്ന കോൺസ്റ്റാന്റിനോപ്പിൾ സാർവത്രിക സുനകുദോസിൽ വെച്ചാണ് ഈ സഭയുടെ ലക്ഷണങ്ങളെ നിലവിൽ വന്നത്. അതിനുശേഷം ഓരോ ലക്ഷണത്തെ കുറിച്ച്, അല്ലെങ്കിൽ സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഒരു ദൈവത്തിന്റെ വിശ്വാസികളെ ഈശോമിശിഹായുടെ സ്നേഹത്തിന്റെ വിശ്വാസം ഏറ്റുപറയുന്നു. സഭയുടെ ഉറവിടം എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്, ട്രിനിറ്റിയാണ്. ട്രിനിറ്റി ആകുമ്പോൾ തന്നെ അവിടെ 3 വ്യക്തികളുണ്ട് എങ്കിലും അവിടെ ഒന്നാണ്. യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുക്രിസ്തു ഒന്നിലധികം സഭകൾ സ്ഥാപിച്ചിട്ടില്ല. അപ്പം ഏകമാണ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഓർക്കണം, ഈശോമിശിഹ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. ഈ സഭയുടെ കേന്ദ്രമായിട്ട് നമ്മുടെ മോഡലായിട്ട് നൽകുന്ന ട്രിനിറ്റിയാണ്, ത്രിയേക ദൈവമാണ്. വിശ്വാസികൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും ഏകവിശ്വാസത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏകമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഏകമാണ്, ഒന്നാണ്. അത് വിശ്വാസത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും സഭ ഒന്നാണ്. സഭയുടെ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നത് ജ്ഞാനസ്നാനവും ഒരു വിശ്വാസവും ഒരു കർത്താവുമാണ് ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മെ ഒന്നിപ്പിച്ച് നിർത്തുക. നമ്മുടെ മാമോദീസായ വിശ്വാസവും ഏക കർത്താവും നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് നിൽക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. സഭ വിശുദ്ധമാണ് എന്ന് പറയാൻ രണ്ടാമത്തെ ലക്ഷണം, സഭ വിശുദ്ധമാണ് എന്ന് പറയുന്നത്, വിശുദ്ധം എന്ന് പറയുന്നത് വേർതിരിക്കപ്പെട്ടതാണ്, ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. കൂദാശ പരികർമ്മങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭയിലേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ വിശുദ്ധിയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ സഭ വിശുദ്ധമാണ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് സഭ കാതോലികമാണ്. കാതോലികം എന്ന ഗ്രീക്ക് വാക്കിന്റെ അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാർവത്രികമാണ്, പൂർണ്ണമായത് എന്നെല്ലാമാണ്. അപ്പം ക്രിസ്തുവിനുള്ളതുപോലെ തന്നെ അവിടുത്തെ സഭയും സാർവത്രികമായിരിക്കണം. ക്രിസ്തു എന്ന് പറയുന്ന ഈശോമിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഒരു കുറച്ച് വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, സാർവത്രികമായിട്ട് എല്ലാവർക്കും രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ്. സഭ അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്ന ഒരു ദേശത്തോ ഒരു ഭാഷ സംസാരിക്കുന്നവരിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വംശത്തിലുള്ളവരിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട യാഥാർത്ഥ്യമല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഭ കാതോലികമാണ് എന്ന് പറഞ്ഞു വെക്കുക. നാലാമത് സഭ ശ്ലൈഹികമാണ്. അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അപ്പം അപ്പസ്തോലന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. കൗദാശികമായ കർമ്മങ്ങളിലൂടെയും കൈവപ്പിലൂടെയും എല്ലാം ഇന്ന് ഈ കൗദാശികമായ അല്ലെങ്കിൽ ഈ പാരമ്പര്യം ഇന്നും അല്ലെങ്കിൽ ഈ പൈതൃകം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. അപ്പൊ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്ന 3 ധർമ്മങ്ങള് ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ നമ്മളിലേക്ക് ലഭിക്കപ്പെട്ടതാണ്. അപ്പം സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ അപ്പസ്തോലന്മാരുടെ അടിത്തറയിൽ പണിയപ്പെട്ട വിശ്വാസത്തെ ലോകത്തിന് വീണ്ടും പകർന്നു നൽകുക. ഒരു വിശ്വാസി എന്ന നിലയിൽ, സഭാ മക്കൾ എന്ന നിലയിൽ പകർന്നു നൽകുന്നതാണ്. അപ്പസ്തോലന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാനമാണ്. അപ്പസ്തോലിക് ഫൗണ്ടേഷനിലാണ് സഭ രൂപപ്പെട്ടത്. അപ്പസ്തോലിക് ടീച്ചിങ്ങിലൂടെയാണ് സഭ വളർന്നത്. അവരുടെ പിന്തുടർച്ചയിലൂടെയാണ് സഭ മുൻപോട്ട് പോവുക. അവരുടെ പൈതൃകത്തിലൂടെയാണ് മുൻപോട്ട് പോവുക. ഈ 4 കാരണങ്ങളാണ് സഭയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. വീണ്ടും 9ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സഭയും ലോകവും എന്ന് പറയുന്നത് 2 ധ്രുവങ്ങളിൽ നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല. സഭ ലോകവുമായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. 2 ധ്രുവങ്ങളിൽ നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് ഇത് രണ്ടും ഒരു ത്രാസിലെ 2 വശങ്ങളിലായിട്ട് ഒരുപോലെ ഒന്നിച്ച്
മുന്നേറേണ്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലോകത്തോട് നിരന്തരം ക്രിസ്തുവിന്റെ സന്ദേശം പ്രഘോഷിക്കുവാൻ, വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതിന്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സഭ എന്ന ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല സഭാമക്കളായ നമ്മള്, നമ്മുടെ ശുശ്രൂഷകള്. അപ്പം നമ്മുടെ വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ലോകത്തോട് മുഴുവൻ ഈശോമിശിഹായെ പ്രഘോഷിക്കുവാൻ, ഈശോമിശിഹായെ പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കണം. സഭയുടെ ആന്തരികത എന്ന് പറയുന്നത് രക്ഷയുടെ രഹസ്യമാണ്. സഭയുടെ ആന്തരികത എന്ന് പറയുന്നത്. എന്നാൽ രക്ഷയുടെ പാതയിലേക്ക് ജനപദങ്ങളെ നയിക്കുവാനും സഭയ്ക്ക് കഴിയണം. രക്ഷയുടെ രഹസ്യമാണ് സഭയുടെ ആന്തരികത എങ്കിൽ പോലും ഈ രക്ഷയുടെ രഹസ്യത്തിലേക്ക് സാർവത്രിക ജനങ്ങളെ നയിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് സഭയും ലോകവും രണ്ടായിട്ട് നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. വീണ്ടും സഭ എന്നത് ലോകത്തിലാണ് ജീവിക്കുന്നത്. സഭയുടെ അസ്തിത്വം ലോകത്തിലാണ്, ഒപ്പം സഭയുടെ ദൗത്യവും ലോകത്തിലാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുക. സഭ എന്ന് പറയുന്നത് ലോകത്തിലാണ് ജീവിക്കുന്നത്, സഭയുടെ അസ്തിത്വം എന്ന് പറയുന്നത് ലോകത്തിലാണ്, സഭയുടെ ദൗത്യം നിർവഹിക്കേണ്ടത് ലോകത്തിലാണ്. അതുകൊണ്ട് വചനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും സഭാമക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈശോമിശിഹായെ ലോകത്തിന് പകർന്നു നൽകുവാൻ, വിശ്വാസികളെ, ലോകത്തിലെ മക്കളെ നന്മയുടെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഭാമക്കളായ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. ലോകം, സഭ, ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ സന്ദേശം ലോകത്തോട് പ്രഘോഷിക്കുകയും ലോകത്തെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുവാനും സാധിക്കണം. നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തെ കുറിച്ചെല്ലാം കണ്ടതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സഭാമക്കളായ നമ്മൾക്ക് എല്ലാവർക്കും ലോകത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഞാൻ എൻ്റെ സഭയിൽ നോക്കുന്നു, അല്ലെങ്കിൽ സഭയിലുള്ളവരെ മാത്രം പരിഗണിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ലോകത്തോട് മുഴുവൻ അനുകമ്പ കാണിക്കുവാൻ, ഇതര മതസ്ഥരോടും ഇതര ജാതിയിലുള്ളവരോടും എല്ലാം അനുകമ്പ കാണിക്കുവാനും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സുവിശേഷം അവർക്ക് പകർന്നു നൽകുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും കടമയും പ്രതിബദ്ധതയും ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുക. വീണ്ടും നമുക്ക് ഇവിടെ തോമസ് അക്വിനാസ് ഇവിടെ ഒരു പറഞ്ഞു, സമഗ്ര വിമോചനമാണ് സഭയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തോമസ് അക്വിനാസ് പറഞ്ഞു വെക്കുന്നുണ്ട്, വിശന്നു വരുന്ന ഒരു മനുഷ്യന് ഭക്ഷണം നൽകണം, അല്ലാതെ അദ്ദേഹത്തിന് ഉപദേശമല്ല നൽകേണ്ടത്. അത് സഭയും ലോകവും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ സാർവത്രിക വിമോചനമാണ് സഭയുടെ ലക്ഷ്യം എന്ന് പറയുവാനായിട്ട് തോമസ് അക്വിനാസ് പറഞ്ഞു വെക്കുകയാണ്. എന്റെ മുമ്പിൽ വിശന്നു വരുന്ന ഒരു വ്യക്തിയോട് ഞാൻ വചനം പ്രഘോഷിക്കുക എന്നതല്ല വേണ്ടത്, മറിച്ച് അവന് അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവന് അപ്പോൾ ആവശ്യ ഉപദേശമല്ല. അതുകൊണ്ട് ഞാനെന്ന വ്യക്തിയും നിങ്ങളെന്ന വ്യക്തിയും നമ്മളെല്ലാവരും, സഭാമക്കളെല്ലാവരും ലോകത്തോട് വചനം പ്രഘോഷിക്കേണ്ടത് വചനത്തിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് എന്നാണ് തോമസ് അക്വിനാസ് പറഞ്ഞു വെക്കുക. ക്രിസ്തു ചെയ്തതും ഇത് തന്നെയാണ്. ഈശോമിശിഹ ചെയ്തത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി, രോഗികളെ സുഖപ്പെടുത്തി, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. ആ മിശിഹായുടെ ദൗത്യം വീണ്ടും തുടരുവാൻ കടപ്പെട്ടവരായ നമ്മൾക്ക് ഓരോരുത്തർക്കും സാമൂഹികമായ, സാർവത്രികമായ ഒരു പ്രതിബദ്ധത ലോകത്തോടുണ്ട്. സഭാമക്കൾക്ക് ഒരു പ്രതിബദ്ധത ലോകത്തോടുണ്ട് എന്നാണ് ഈ 9ാമത്തെ ചാപ്റ്റർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. വീണ്ടും ചാപ്റ്റർ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാർപ്പാപ്പയുടെ പരമാധികാരത്തെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ പത്രോസിനെയാണ് ഈശോമിശിഹ സഭയെ പരമേൽപ്പിച്ചത്. പത്രോസ്ലീഹായെയാണ് ഈശോമിശിഹ സഭയെ പരമേൽപ്പിച്ചത്. ഈ പരമേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഈശോമിശിഹായ്ക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പത്രോസിനെയാണ് ഏൽപ്പിക്കേണ്ടത്, അവനാണ് സഭയെ നയിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഈശോയുടെ കൂടെ ആയിരുന്ന ഓരോ സമയങ്ങളിലും പത്രോസിനെ ഈശോ ഒരുക്കുകയായിരുന്നു. ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അപ്പസ്തോലന്മാരില് ഏറ്റവും പ്രഥമ സ്ഥാനം പത്രോസിന് നൽകി.
അതുപോലെ പത്രോസിനോട് പറയുന്നുണ്ട്, നീ പാറയാണ്, നിന്റെ പാറമേല് അല്ലെങ്കിൽ നിന്നിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ സഭയുടെ അടിസ്ഥാന ശിലയായിട്ട് പത്രോസിനെ ഈശോ നിയോഗിച്ചു. പത്രോസിന്റെ താക്കോലുകൾ കൗതാശികമായ അധികാരത്തെയും സഭയുടെ ഭരണപരമായ അധികാരത്തെയുമാണ് സൂചിപ്പിക്കുക. പത്രോസിന്റെ താക്കോല് നൽകിയപ്പോൾ അല്ലെങ്കിൽ താക്കോല് പത്രോസിന്റെ കയ്യിലായിരിക്കുമ്പോൾ അത് സഭയുടെ കൗതാശികമായിട്ടുള്ള അധികാരത്തെയും അതുപോലെ തന്നെ സഭയുടെ ഭരണപരമായ അധികാരത്തെയുമാണ് ഈശോ മിശിഹ പരമേൽപ്പിച്ചത്. പത്രോസിന് വേണ്ടിയാണ് ഈശോ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പത്രോസിന് വേണ്ടിയിട്ട് ഈശോ മിശിഹ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ദൈവം മാറ്റി നിർത്തി തിരഞ്ഞെടുത്ത് അധികാരം നൽകിയ പത്രോസ് ശ്ലീഹായുടെ പിൻഗാമിയായിട്ട് കടന്നു വരുന്നവരാണ് മാർപ്പാപ്പമാർ. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹ പത്രോസിനെ ഭരമേൽപ്പിക്കാനിരുന്ന ആ ഒരു ദൗത്യം അത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അവനെ അത്രമാത്രം ഒരുക്കിയതുപോലെ തന്നെ അത്രമാത്രം സ്ഥാനം പത്രോസിന് സഭയിൽ ഉള്ളതുപോലെ തന്നെ മാർപ്പാപ്പ എന്ന് പറയുന്ന സഭയുടെ പരമാധികാരിയാണ്. പത്രോസിനുണ്ടായിരുന്ന എല്ലാ അധികാരവും എല്ലാ പ്രൗഢിയും ഈശോ മിശിഹ ഓരോ മാർപ്പാപ്പമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ നൽകുന്നുണ്ട്, അവരെ അതിന് പ്രാപ്തരാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പത്രോസിനെ അത്രമാത്രം വിലപ്പെട്ടവനായി ഈശോ കണ്ടതുപോലെ തന്നെ സഭയുടെ തലവനായിട്ട് നിയോഗിക്കുന്ന മാർപ്പാപ്പായെയും അത്രയും വിശുദ്ധനും ശ്രേഷ്ഠവും അല്ലെങ്കിൽ അത്രമാത്രം മിശിഹായോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ഈശോ മിശിഹ മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭാമക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും മാർപ്പാപ്പായെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും വിലമതിക്കുവാനും അനുസരിക്കുവാനും കടമയുണ്ട് എന്ന് ഈ ചാപ്റ്റർ നമ്മളോട് പറയുകയാണ്. വീണ്ടും 11-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പായുടെ തെറ്റാവരം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വെക്കുക. പത്രോസിന്റെ പിൻഗാമി ആയി നിയമാനുസൃതം തിരഞ്ഞെടുക്കുന്ന മാർപ്പാപ്പായ്ക്ക് മാത്രമുള്ള അധികാരമാണ് ഈ തെറ്റാവരം എന്ന് പറയുക. പത്രോസിന്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പായ്ക്ക് മാത്രമുള്ള ഈ അധികാരത്തെയാണ് തെറ്റാവരം എന്ന് പറയുക. മാർപ്പാപ്പായുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ മാർപ്പാപ്പായുടെ കൂടെ പ്രവർത്തിക്കുന്ന തിരുസംഘത്തിന് ആർക്കും ഈ തെറ്റാവരമില്ല. അല്ലെങ്കിൽ പാപ്പായോട് കൂടെ തീരുമാനം എടുക്കുന്നതാണ്, അന്ന് തിരുസംഘത്തിൽ ഒരാൾ കൂടെ കൊടുത്തേക്കാം, അങ്ങനെയില്ല. മറിച്ച് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പായ്ക്ക് മാത്രമുള്ള ഒരു അധികാരമാണ് ഒരു തെറ്റാവരം എന്ന് പറയുക. അത് വിശ്വാസം, സന്മാർഗം എന്നീ വിഷയങ്ങളെ കുറിച്ച് തെറ്റുകൂടാതെ പഠിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിശ്വാസം, സന്മാർഗം എന്നീ കാര്യങ്ങളെ കുറിച്ച് മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ അവിടെ തെറ്റില്ല എന്നതാണ് പറഞ്ഞു വെക്കുക. എന്തിനാണ് ഈ തെറ്റാവരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം, ധാർമ്മികത എന്നീ കാര്യങ്ങളിൽ സഭയെ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റ് സംഭവിക്കുക ഇല്ല എന്നാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം. അപ്പം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ധാർമ്മികമായ കാര്യങ്ങളെക്കുറിച്ചും മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിനും തെറ്റില്ല എന്നതാണ്, തെറ്റ് വരില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ 1970 ഒന്നാം വത്തിക്കാൻ സൂനകദോസാണ് ഇതിനെ പ്രഖ്യാപിച്ചത് തെറ്റാവരമായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസ ഇതായിട്ട് പ്രഖ്യാപിച്ചത്. വത്തിക്കാൻ കൗൺസിൽ ഒന്നാം വത്തിക്കാൻ സൂനകദോസാണ് ഇതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഒരു പ്രബോധനം തെറ്റാവരം ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റാവരം ഉള്ളതാകണമെങ്കിൽ എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമതായിട്ട് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആകാൻ പാടില്ല. മാർപ്പാപ്പയ്ക്ക് തെറ്റാവരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തും ചെയ്യാനല്ല, ഒരു വിശ്വാസവും ധാർമ്മികപരമായ കാര്യങ്ങൾ എന്തും ചെയ്യാനുള്ള ഒരു സാധ്യതയല്ല അവിടെ തുറന്നു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് വ്യക്തിപരമായ ഒരു അഭിപ്രായവും സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എടുക്കാനായിട്ട് അല്ലെങ്കിൽ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തൻ്റെ അധികാരത്തെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല.
രണ്ടാമതായിട്ട് വിശ്വാസം, ധാർമ്മികത എന്നിവ സാർവത്രിക സഭ മുഴുവൻ വിശ്വസിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അദ്ദേഹം നൽകേണ്ടത്. അതായത് വിശ്വാസം, ധാർമ്മികത എന്ന ഒരു കാര്യം തന്റെ വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ ഉപരി സാർവത്രിക സഭയിലെ മുഴുവൻ വ്യക്തികളും, മുഴുവൻ വിശ്വാസികൾക്കും അനുഭവഭേദ്യമാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കണം. അതുപോലെ തെറ്റാവരം എന്ന് പറയുന്നത് സ്വന്തം അധികാരത്തിലോ സ്വന്തം കഴിവിലോ അധിഷ്ഠിതമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലും പ്രബോധനത്താലും അധിഷ്ഠിതമാണ്. മാർപ്പാപ്പ ധാർമ്മികമായ കാര്യത്തെക്കുറിച്ചും വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് സ്വന്തമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നല്ല, മറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലും പ്രബോധനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ തെറ്റാവരം അദ്ദേഹം ഉപയോഗിക്കുക അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുക എന്ന്. തെറ്റാവരത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലും പാരമ്പര്യത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തില് പത്രോസിനെ സഭയുടെ അടിസ്ഥാനമാക്കി പത്രോസിനോട് പറയുന്നുണ്ട്, നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും എന്നെല്ലാം ഈശോമിശിഹ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അല്ലെങ്കിൽ നീ പറയുന്നത് എന്താണോ വിശ്വാസ സംബന്ധമായ കാര്യം നീ പറയുന്നത് അത് ആപ്റ്റായിരിക്കും, അത് കൃത്യമായിരിക്കുമെന്ന് പത്രോസിനോട് ഈശോമിശിഹ പറയുന്നുണ്ട്. അതുപോലെ സഭാപിതാക്കന്മാരുടെ കൃതികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സഭാപിതാക്കന്മാരുടെ കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തെറ്റാവരത്തെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന്. അപ്പം പത്രോസിന് നൽകിയ അതേ അധികാരമാണ്, നീ അഴിക്കുന്നത് അഴിക്കപ്പെടും, നീ കെട്ടുന്നത് കെട്ടപ്പെടും എന്നെല്ലാം പത്രോസ് ലിഹായ്ക്ക് ഈശോമിശിഹ നൽകിയ അതേ അധികാരം തന്നെയാണ് മാർപ്പാപ്പായോട് പറയുകയാണ്, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് നൽകുകയാണ്. വിശ്വാസ സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിലും നീ എടുക്കുന്ന തീരുമാനം കൃത്യമായിരിക്കും, കാരണം അത് എൻ്റെ പരിശുദ്ധാത്മാവ് ആണ് നിന്നെ അതിനായിട്ട് പ്രേരിപ്പിക്കുക എന്നതാണ്. വീണ്ടും നമുക്ക് 12ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സഭയുടെ മാതൃകകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര് തന്നെ, സഭയുടെ മാതൃകകൾ. മിശിഹ രഹസ്യമായിരിക്കുന്നത് പോലെ തന്നെ സഭയും ഒരു രഹസ്യമാണ്. മിശിഹ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്, നമ്മൾ ഓൾറെഡി കണ്ടു. മിശിഹ എന്നതൊരു മിസ്റ്ററി ആയിരിക്കുന്നു, അതായത് നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ വെച്ചുകൊണ്ട് നമുക്ക് അളക്കുവാനോ കാണുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. അതൊരു രഹസ്യമാണ്. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെയാണ് നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ സഭയും ഒരു രഹസ്യാത്മകതയാണ്. അതുകൊണ്ട് തന്നെ ഈ രഹസ്യാത്മകത നിറഞ്ഞ ഈ സഭയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്നത് വളരെ ക്ലേശകരമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ സഭയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല മാതൃകകള് ഉപയോഗിക്കുന്നുണ്ട്. ആ മോഡലുകൾ എന്ന് പറഞ്ഞു 20ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഡള്ളസ് ആണ് മോഡൽസ് ഓഫ് ദ ചേർച്ച് എന്ന പുസ്തകത്തിലൂടെ സഭയുടെ സ്വഭാവം വിവിധ മാതൃകകളിലൂടെ വ്യക്തമാക്കുവാനായിട്ട് ശ്രമിക്കുക. 20ാം നൂറ്റാണ്ടിലെ ഡള്ളസിന്റെ മോഡൽസ് ഓഫ് ദ ചേർച്ച് എന്ന പുസ്തകത്തിലൂടെയാണ് സഭയുടെ സ്വഭാവത്തെ വിവിധ മാതൃകകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തിനാണ് ഈ മോഡൽസ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതായത് ഇത് സഭ എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അവയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല മോഡലുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സഭയെ ശരിയായി മനസ്സിലാക്കുവാനായിട്ട് സഭ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് മിസ്റ്ററി ഓഫ് കമ്മ്യൂണിയൻ ആണെന്ന് പറയുന്നുണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു സാക്രമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ മോഡൽസുകള് സഭയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സഭ മിസ്റ്ററി ഓഫ് കമ്മ്യൂണിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സഭയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ് ആണ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ വിശദീകരിക്കുന്നവരുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് നൽകുന്നവരുണ്ട്. സഭ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സഭയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പം
പല വിധത്തിലുള്ള മോഡലുകൾ നൽകിക്കൊണ്ട് സഭയെ വ്യാഖ്യാനിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. അതായത് മിശിഹ എന്ന രഹസ്യത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ സഭയാകുന്ന രഹസ്യത്തെയും മനുഷ്യന്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സഭയെ മനസ്സിലാക്കുവാൻ വേണ്ടി, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോഡലുകൾ ഉപയോഗിക്കുക. ഏകദേശം നമ്മുടെ 12 ചാപ്റ്ററുകളെയും വളരെ സ്പീഡിൽ നമ്മളൊന്ന് കവർ ചെയ്തു. ഇത് ഞാൻ പറയുന്നു, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇതൊരു ഫ്രെയിം മാത്രമേ ആയിട്ടുള്ളൂ. സഭാവിജ്ഞാനീയം എന്ന വിഷയത്തിലേക്ക് എൻട്രി ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള ഒരു ഫ്രെയിം മാത്രമാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് ഈ ഒരു ക്ലാസ്സിന്റെ ബേസിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാച്ചിക്കുറിക്ക് വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് റെഡിയാക്കിയിരിക്കുക. അപ്പം ഞാൻ പറയുന്നു, ഈ ഒരു ഈ 12 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ച ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമിന് വേണ്ടി എന്നതിനേക്കാൾ ഉപരി ഞാനാകുന്ന സഭയെ സ്നേഹിക്കുവാനായിട്ട് എൻ്റെ സഭ എന്താണ്, എൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ മിഷൻ എന്താണ്, ഞാനൊരു മിഷണറി ആണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മിഷൻ പ്രവർത്തനം ചെയ്യണം, ഞാൻ എങ്ങനെ സഭയെ സ്നേഹിക്കണം, ഞാൻ എങ്ങനെയാണ് സഭയോടൊത്ത് യാത്ര ചെയ്യേണ്ടത്, ദൈവരാജ്യത്തെ നോക്കി ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ലോകത്തോട് ഉള്ള എൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഇവയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ന വ്യക്തിയിൽ ഒരു മാറ്റം, സഭയെ കൂടുതൽ സ്നേഹിക്കുവാൻ, കുടുംബത്തെ സ്നേഹിക്കുവാൻ, ലോകത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ പാതയിലൂടെ ചരിക്കുവാൻ, ക്രിസ്തുവിന്റെ പൈതൃകത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ലഭിച്ച മാതൃകയിലേക്ക് വളർന്നു വരുവാൻ ഉപകരിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ പഠനം, നമ്മുടെ ഈ ക്ലാസ്സുകളും. അപ്പം സഭയെ കൂടുതൽ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ സഭയെ മനസ്സിലാക്കുവാനും സഭാമക്കളുടെ ദൗത്യം മനസ്സിലാക്കുവാനുമാണ് എക്ലേസിയോളജി എന്ന വിഷയം തന്നെ, അല്ലെങ്കിൽ എക്ലേസിയോളജി തന്നെ. അതുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് പോകേണ്ട സമയമോ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകും ഒരു പക്ഷെ. എനിവേ, ഏതായാലും സന്തോഷത്തോടു കൂടെ വന്നിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ക്ഷമിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.